എന്നെ കുറിച്ച് ഇങ്ങനെ പറയുക, അതൊക്കെ ചെയ്യണ ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. സത്യമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. റൂമിനകത്ത് അടച്ചിരുന്ന് അല്ലെങ്കിൽ സൂസൈഡ് ടെൻഡൻസി കാണിച്ച് അല്ലെങ്കിൽ കിടന്ന് കരഞ്ഞ് ആരോടൊന്നും മിണ്ടാണ്ട് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ സെയിം ടൈം എനിക്ക് എന്റെ ഫാമിലിനെ കൂടെ എനിക്ക് നോക്കണം. ഞാനിപ്പോ റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കുറെ സംഭവങ്ങൾ. അപ്പൊ വെൽക്കം ടു 2024. ഇത് എന്റെ വർഷമാണ്. അതിൽ തന്നെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട്. പക്ഷെ അതിപ്പോഴല്ല, വീഡിയോയുടെ അവസാനം എന്തായാലും ഞാൻ പറഞ്ഞു തരുന്നതാണ്. 2024 ആദ്യത്തെ വീഡിയോ തന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു വീഡിയോ ആകണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എഫേർട്ട് എടുത്ത് അച്ചീവ് ചെയ്ത് ഭയങ്കര ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ കാര്യങ്ങളൊക്കെ അത് ശരിക്കും എനിക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ശരിയാതില്ല. വൻ നെഗായിട്ടൊക്കെയാണ് നിങ്ങൾ എന്നെ കരുതിയിരിക്കണം. അതെന്തായാലും ഞാൻ മാറ്റുന്നതാണ്. എനിവേ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പൊ 2023 എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ മൊത്തത്തിൽ ഒരു ഷോകായിട്ടുള്ള ഇയർ ആണ്. അതിപ്പോൾ എന്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഫിനാൻഷ്യൽ ആണെങ്കിലും, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഫാമിലിയുടെ കാര്യത്തിലാണെങ്കിലും, എല്ലാം മൊത്തത്തിൽ എങ്ങനെ നോക്കിയാലും 2023 എന്ന് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ മോനെ ബാഡ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ 2024 തൊട്ട് അങ്ങോട്ട് അടിപൊളി ഫുൾ പോസിറ്റീവ് തന്നെ, അതുപോലെ തന്നെ അച്ചീവിങ് ആയിട്ടുള്ള പല പല പുതിയ കാര്യങ്ങൾ നേടാനായിട്ടുള്ള ഒരു ഇയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വീട് ഉണ്ടല്ലോ, ഒരു സംഭവം നേരത്തെ പണി ചെയ്തോണ്ടിരിക്കുന്ന വീടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഫിനാൻഷ്യലി ഇതിന് സ്കീമൊക്കെ ആയിട്ട് നിർത്തിയായിരുന്നു. ബട്ട് ഇപ്പൊ അത് വീണ്ടും പണിയൊക്കെ തുടങ്ങി. കുറെയൊക്കെ ഇവിടെയൊക്കെ തേച്ച് കേട്ടോ. നേരത്തെ ഇവിടെ ഒന്നും തേച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ എന്തായാലും ആ കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ടായിരിക്കുകയാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത്രയൊന്നും നേരത്തെ ഇവിടെ കെട്ടിയിട്ടില്ലായിരുന്നു. എന്നാലും നമ്മുടെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ഇത് നിർത്തി വെച്ചിരിക്കുവായിരുന്നു എൻ്റെ ആളിയാ. ഞാനത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. ഗൈസ് നിങ്ങൾ പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ബ്രോ നിനക്ക് എന്തിനാ ലോൺ ഇല്ലാണ്ട് നമുക്ക് വീടൊക്കെ വെക്കാൻ പറ്റുന്നത്. ആക്ച്വലി ഗൈസ് ലോൺ ഇല്ലാണ്ടാണ് എൻ്റെ പഴയ വീടും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചത്. പക്ഷേ ഈ വീടിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ അങ്ങനെ വെക്കാന്ന് പറഞ്ഞാണ് ഈ ബിൽഡിങ്ങിന്റെ പണിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ പകുതി എത്തിയപ്പോഴാണ് മൊത്തത്തിൽ എല്ലാം തകിടം പറഞ്ഞു. ഫിനാൻഷ്യലി ഞാൻ മൊത്തത്തിൽ ഡൗൺ ആയി. ഇപ്പൊ യൂട്യൂബിന്റെ കാര്യം പറയുവാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് റവന്യൂ ചിലപ്പോൾ കൂടുതൽ കിട്ടും, ചിലപ്പോൾ കുറവ് കിട്ടും, ചിലപ്പോൾ കിട്ടാണ്ട് വരെ ഇരിക്കും. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ ഗൈസ് എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനിത് പാഷനായിട്ട് കാണുക. അതേപോലെ തന്നെ എൻ്റെ ഒരു ഫുൾ ടൈം ജോബും കൂടെ. എനിക്ക് വേറെ ജോബും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ സെയിം ടൈം എനിക്ക് എൻ്റെ ഫാമിലിനെ കൂടെ എനിക്ക് നോക്കണം. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് യൂട്യൂബിന്റെ റവന്യൂ ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പെർമനന്റ് ഇൻകം വേണമല്ലോ സൈഡിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഈ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചത്. അതാകുമ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, നമ്മൾ റെന്റ് ഔട്ട് ചെയ്താണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 8 റൂംസും കാര്യങ്ങളും ഞാനിവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് മൊത്തത്തിൽ ഫിനാൻഷ്യലി ഞാൻ ഡൗൺ ആയിപ്പോയി. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഓഫീസ് എടുത്തിട്ട് ഞാൻ ഓഫീസ് വിട്ട്, അതുപോലെ തന്നെ വീട് പണിയാണെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിന്ന്, എൻ്റെ മെൻ്റലി ആണെങ്കിൽ എനിക്ക് നമ്മൾ മൊത്തത്തിൽ ഇവിടുന്നൊക്കെ ഒരു തകർച്ച അല്ലെങ്കിൽ ഒന്ന് പ്രശ്നമൊക്കെ വരുമ്പോൾ നമ്മൾ മെൻ്റലി അങ്ങ് ഡൗൺ ആയി പോകും. അവിടെയാണ് നമ്മുടെ കുഴപ്പം. അപ്പോൾ നമുക്കൊന്നും പ്രോപ്പറായിട്ട് തിങ്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിങ്, അതേപോലെ ഭയങ്കര സ്ട്രെസ്സായിരുന്നു ആ സമയത്ത്. മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇരുന്നപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ മഹാലക്ഷ്മിയായ മമ്മി പറഞ്ഞത്. എന്തോ പറഞ്ഞത്? ഞാൻ പറഞ്ഞാൽ കാരണം പിന്നെ നല്ല ഇങ്ങനെ ഉയർച്ചയിൽ പോകുന്നു. കാഴ്ചക്കാർക്കൊന്നും തോന്നുകയല്ല. പക്ഷെ ഫുൾ ടൈം ഇവന്റെ കൂടെ അല്ലെ വീട്ടിൽ നിൽക്കുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ. പിന്നെ ഇങ്ങനെ ആകെ ഡൗണായി ഇവനകത്ത് തന്നെ ഇരിക്കുന്നു, വീഡിയോ ചെയ്യുന്നില്ല. എന്ത് വീഡിയോ ചെയ്യടാ? ദിവസവും രാവിലെ ഞാൻ ചോദിക്കും, എടാ നീ വീഡിയോ ഒന്നും ഇടുന്നില്ലേ? ഇടാ, ഇന്നെന്തായാലും ഇടും. അല്ലെ ഇവന്റെ പ്രകൃതം അങ്ങനെ അല്ലായിരുന്നല്ലോ, എപ്പോഴും നല്ല ത്രസിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രകൃതം. പക്ഷെ അതിൽ നിന്നൊക്കെ ഒന്ന് പോയി എന്തുകൊണ്ടോ കാര്യം ചോദിച്ചിട്ടറിയാം, എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ഡൗണായി ഉൾവലിയുന്ന ഒരവസ്ഥ. അപ്പോഴാണ് അന്നേരം ഞാനാണ് ഇവനോട് പറഞ്ഞ, എന്തായാലും നമുക്കൊരു ആസ്ട്രോളജി പിന്നെ എന്തുവാ ജ്യോതിഷം പോയി നമുക്കൊന്ന് കാണാം എന്തായാലും. അപ്പൊ ചെറിയ നമുക്കറിയാൻ പറ്റത്തില്ല ചെറിയ കാര്യം. എനിക്ക് സത്യം പറഞ്ഞ ഫ്രാങ്കില് എനിക്കത് ഒരു വിശ്വാസമില്ല. അമ്മ അവിടെ പോണ ഈ അമ്പലത്തിൽ, സത്യം പറഞ്ഞ അമ്പലത്തിൽ പോലും അങ്ങനെ എപ്പോഴും പോകാത്ത എന്നെ കൊണ്ട് ഞാൻ നേരത്തെയും നിങ്ങളുടെ ഈ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ അമ്പലത്തിൽ കൊണ്ടുപോകും. ഈശ്വരവാദി വെളി നിൽക്കും, ഞാൻ തൊഴുത് വരുന്നത് വരെ പുറത്ത് അമ്പലത്തിൽ പോവുകയൊക്കെ ചെയ്യും വല്ലപ്പോഴൊക്കെ, അല്ലാണ്ട് എപ്പോഴും ഒന്നും അങ്ങനെ പോകുന്നില്ല. പക്ഷെ
കുറേ ആയിട്ട് ഇങ്ങനെ കേട്ട് ഇങ്ങനെ എല്ലാ ദിവസവും ലിറ്ററലി എല്ലാ ദിവസവും അമ്മ എന്ന് പറയായിരുന്നു പോയി കാണും ആരെങ്കിലും പോയി കാണും ഏതെങ്കിലും ഒരു ആസ്ട്രോളറിനെ അല്ലെങ്കിൽ ആരെങ്കിലും പോയി കാണും എന്തെങ്കിലുമൊക്കെ വഴിപാടെടുത്ത് അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. നമ്മുടെ ഒരു ചെറിയ സമയദോഷം ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ അവരോടൊന്ന് നമ്മുടെ സമയം നോക്കി അവർ പറയുന്നതനുസരിച്ച് ചെറിയ കാര്യങ്ങളായിരിക്കും ചെയ്താൽ നമ്മുടെ ഒരുപാട് വലിയ നമ്മളോർക്കും നമ്മുടെ ജീവിതം തകർന്നു പോയെന്ന് ഓർക്കും. അതൊക്കെ ഒരു ചെറിയ കാര്യങ്ങളുണ്ട് അവരോട് സംസാരിച്ചാൽ അവർ പറയുന്ന പ്രതിവിധികൾ ചെയ്താലൊക്കെ മാറിപ്പോവും. അത് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ലോണിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ ബാങ്കിൽ ചെന്ന് അത് കൊടുത്തിട്ട് അത് സാങ്ഷൻ ആണല്ലോ. പല കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ആൾ ഇത്രയും പ്രോബ്ലംസ് എന്താണെന്ന് ഞാൻ ആലോചിക്കുക. ആദ്യം സ്ഥലത്തിന്റെ പേര് കുറെ പ്രശ്നം, അത് കഴിഞ്ഞിട്ട് സ്കെച്ചും പ്ലാനും ഒക്കെ നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുന്നില്ല, അതിൽ കുറെ മാറ്റം, അതിൽ എന്തോ സീൻ. ആദ്യം അപ്ലൈ റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് പിന്നെ റെഡി ആയില്ല, പിന്നെ റെഡി ആകത്തില്ലെന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാന്ത് പിടിച്ചു. ലിറ്ററലി എൻ്റെ പീസ് ഓഫ് മൈൻഡ് അങ്ങ് പോയി. ഓക്കെ, ഫിനാൻഷ്യലി നമ്മൾ ഡൗൺ ആകുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഇത്തിരി ലൂസ് ആകും കഴിച്ചത്. എനിക്ക് അപ്പോഴാണ് എനിക്ക് തോന്നിയത്. പിന്നെ അമ്മ ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവിടുത്തെ ഓക്കെ ഗിവ് ഇറ്റ് ട്രൈ എന്ന രീതിക്ക് ഞാൻ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ത്രൂ ഒരു ആസ്ട്രോളജറിനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ. പുള്ളിക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ പല്ലവി ഗാരു എന്നാണ്. ഓക്കെ, അപ്പം ഞാൻ സംസാരിച്ച് ഇത്രേ ഉള്ളൂ. എന്നോട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് അവർ ഇത്രേ ചോദിച്ചുള്ളൂ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒന്ന് പറയാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞ് അപ്പം തന്നെ എന്നോട് ചോദിച്ചതാണ് ഫിനാൻഷ്യലി ഇത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടല്ലേ എന്ന് എന്നോട് ചോദിച്ചു. അതുപോലെ തന്നെ നിങ്ങളുടെ വീട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു. എൻ്റെ ആളെ അപ്പം തന്നെ ഞാൻ ഒന്ന് ഇതായി ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തില്ല, കാരണം ഇത് എല്ലാവർക്കും ഒന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അത് കൂടാണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തന്നെ. അതെന്ന് പറഞ്ഞാൽ ഇത് എനിക്കും എൻ്റെ ഫാമിലിക്ക് മാത്രം ക്ലോസ് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് അതിലോട്ട് ഇത്തിരി വിശ്വാസം വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പോലെ കൊള്ളാമല്ലോ സംഭവം, അടിപൊളി. അങ്ങനെ അവരെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 സൊല്യൂഷൻസാണ് കേസ് എനിക്ക് പറഞ്ഞു തന്നത്. ഒരെണ്ണം ഞാനായിട്ട് ചെയ്യാനും ഒരെണ്ണം ഞാൻ എൻ്റെ ഫാമിലിയും കൂടെ 9 ദിവസം ഒരു കാര്യം ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സത്യം പറയാമല്ലോ കേസ് ലോൺ സാങ്ഷനായി. എന്താണെന്ന് അറിയത്തില്ല, ലോൺ സാങ്ഷനായി. ഞാൻ എന്തായാലും കംപ്ലീറ്റ്ലി ഹാപ്പിയായി. അതുപോലെ തന്നെ ഇത് എങ്ങനത്തെ ഒരു ടൈമിലാണ് നമ്മൾ ലാൻഡ് വാങ്ങേണ്ടത്, എപ്പോഴാണ് ഈ ഒരു വീട് ലോക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ എല്ലാം ഇതിനൊക്കെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ പേഴ്സണലി ഇൻവൈറ്റും ചെയ്ത് ഇതെല്ലാം ഈ വീഡിയോ പണി കഴിഞ്ഞിട്ട് നിങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നോ വരത്തില്ല. അങ്ങനെയല്ല, പേഴ്സണൽ ഇവൻറ്റ്സിനൊന്നും അവർ വരത്തില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്ക് പേഴ്സണലി അവർ ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം അവർ അടിപൊളിയായിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് എന്നോട് പറഞ്ഞു തന്നത്, നല്ല സൊല്യൂഷൻ തന്ന്. അപ്പം തന്നെ എന്താ എനിക്കറിയത്തില്ല, എൻ്റെ ലൈഫിൽ അത് എഫക്റ്റീവായി. ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ഇപ്പോഴും ഓക്കെ അല്ല, ഇപ്പോൾ ഓക്കെ വരുന്നു എന്ന് വേണം മൊത്തത്തിൽ പറയാം. അല്ലാണ്ട് ഇപ്പോഴും ഭയങ്കര ഓക്കെ എന്നല്ല, ഓക്കെ. ബട്ട് കമ്പയർ ടു ഏർലിയർ ഐ ആം ബെറ്റർ, അതേ ഞാൻ പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഗൈസ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കുറേ പ്രശ്നങ്ങൾ നേരിടാം. അത് ചിലപ്പോൾ ബിസിനസ്സിൻ്റെ ആവാം, ചിലപ്പോൾ ഫിനാൻഷ്യലി ആവാം, ചിലപ്പോൾ ഫാമിലി ആവാം, ലവ് ലൈഫ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറയുവാണ്, ജസ്റ്റ് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ആസ്ട്രോളജറിനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പോയി ഒന്ന് ജസ്റ്റ് കാണുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ സാധനം ഇത് ഓക്കെ ആവും. കാരണം എൻ്റെ ലൈഫിൽ ഓക്കെ ആയി. അതുപോലെ തന്നെ ഇപ്പോൾ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞ ആപ്പ് ത്രൂ ആണ് ഞാൻ എൻ്റെ പ്രോബ്ലംസും എല്ലാം സൊല്യൂഷൻസ് കണ്ടെത്തിയത്. ദാറ്റ് ഈസ് ത്രൂ പല്ലവി ഗാരു എന്നൊരു പെങ്കോച്ചാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് ഇട്ട് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, കാരണം ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചും അത് ത്രൂ ചെയ്യുവാണെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാറ്റ് ഫ്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങളൊരു ആസ്ട്രോളജറിനെ ഡയറക്റ്റ് പോയി കാണുക. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കംപ്ലീറ്റ്ലി ഇപ്പോൾ ഞാൻ ഓക്കെയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ ഈ ഒരു വീടുണ്ടല്ലോ അതിൻ്റെ പണിയൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉടനെ തീരും. ഇത് തീർന്നിട്ട് വേണം എനിക്ക് റെന്റിനെ കുറിച്ച് പൈസ ഉണ്ടാക്കാൻ. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റിയും അതുപോലെ തന്നെ സൈബർ അറ്റാക്കും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ കണ്ടാ പറയത്തില്ലല്ലേ, കാരണം ഫ്രാങ്ക്ലി ഐ ഡോണ്ട് കെയർ ഗൈസ്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒന്നും കെയർ ചെയ്യാറില്ല. ഞാൻ എന്റെ ലൈഫ് നോക്കി അങ്ങോട്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് നടക്കണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. ഈവൻ സബ്സ്ക്രൈബേഴ്സിന് വരെ എന്നെ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഗൈസ് ക്ലിയർ ചെയ്യേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന്, ജീവനെ തുല്യം സ്നേഹിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളെ ഞാൻ പൊട്ടന്മാരാക്കി, മണ്ടന്മാരാക്കി, ഫൂളാക്കി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എനിക്ക് ഡിപ്രഷനും സാഡ്നെസ്സും ആയിട്ടല്ല
അതുകൊണ്ടല്ല ഞാൻ വീഡിയോ ഇടാഞ്ഞത്. എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയത് കാരണമാണ് ഞാൻ ഇത്രയും നാളും വീഡിയോ ഇടാഞ്ഞെന്നൊക്കെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞായിരുന്നു. അപ്പം അത് കണ്ടിട്ട് കുറേ ആൾക്കാർ വേറെ പല വീഡിയോ ഉണ്ടാക്കി എന്നെക്കുറിച്ച് കുറ്റം പറയുന്നു, അതേപോലെ തന്നെ റിയാക്ട് ചെയ്യുന്നു. കുറേ യൂട്യൂബ് ചാനൽസ് റിയാക്ട് ചെയ്യുന്നു, എന്നെ ചീത്ത പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയുടെ താഴത്ത് കമൻറ്റ് ചെയ്യുന്നു, റീൽസിൻ്റെ താഴത്ത് കമൻറ്റ് ചെയ്യുന്നു, ഫോട്ടോയുടെ താഴത്ത് വന്ന് കമൻറ്റ് ചെയ്യുന്ന ഇതാണ്. ബ്രോ നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ, ബ്രോക്ക് ഇങ്ങനെ സാഡും അതിൻ്റെ മൈൻഡ് ഓക്കെ അല്ലായിട്ടല്ല ബ്രോ വീഡിയോ ഇടാഞ്ഞത്, സ്ട്രൈക്ക് കിട്ടിയ കാരണം ആണല്ലേ എന്നിങ്ങനെ പറയുന്നു. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. പക്ഷെ നിങ്ങളെ പറയണ ഞാൻ സ്ട്രൈക്ക് കിട്ടിയാലും ആരോടും പറഞ്ഞിട്ടില്ലെന്ന്. അവിടെയാണ് തെറ്റ്. നിങ്ങൾ എൻ്റെ ഹാർഡ് കോർ ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബർ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ എന്നെ പറയത്തില്ല. കാരണം എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും ഞാൻ തുറന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് കിട്ടിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. വിത്ത് പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. സിനിമാടിനെ കാണാൻ ലുലുമാളിൽ പോകുന്ന വീഡിയോക്കകത്ത് ഡ്യൂറേഷൻ 4:59 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ കയറി നോക്കി വെച്ചാൽ മതി. ഞാൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഇടാഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷേ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, 7 ദിവസത്തേക്ക് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ 3 മാസം വരെ സ്ട്രൈക്ക് നിൽക്കുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ 7 ദിവസം കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഇടാം. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാൻ 7 ദിവസത്തേക്കല്ല വീഡിയോ ഇടാണ്ടിരുന്നത്. ഞാൻ ചിലപ്പോൾ ഒരു 20 ദിവസം ആകാം, ചിലപ്പോൾ 10 ദിവസം ആകാം, ചിലപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞിട്ടാകും, ചിലപ്പോൾ ഇടത്തേ ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ എൻ്റെ വീഡിയോക്കകത്ത് ക്ലിയർ ചെയ്തത്. അത് ഈ വീഡിയോ ഇടാഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് അപ്പോൾ ഓക്കെ അല്ലായിരുന്നു ഗൈസ്, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പിന്നെ സ്ട്രൈക്കും വന്നായിരുന്നു, പക്ഷെ സ്ട്രൈക്ക് മാറി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, സ്ട്രൈക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവന് തുല്യം ഞാൻ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ്, ഞാൻ വെറുതെ പറയില്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം നിങ്ങളൊക്കെ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലും ഞാൻ നിങ്ങളെ പറ്റിക്കെട്ടൊന്നുമില്ല, നിങ്ങളെ മണ്ടന്മാരാക്കിയിട്ടുമില്ല. ഞാൻ കാര്യം പറഞ്ഞാണ്, ഞാൻ എൻ്റെ ലൈഫിലുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ ആയിരിക്കും, അത് കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളെ പറ്റിച്ചിട്ടില്ല. സ്ട്രൈക്ക് കാരണമൊന്നും മാത്രമൊന്നുമല്ല, എൻ്റെ മൈൻഡ് ഒക്കെ അല്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാം. അത് നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും. പിന്നെ രണ്ടാമതൊരു കാര്യം നിങ്ങളോട് ക്ലിയർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിപ്രഷൻ സ്റ്റേജ്. ആക്ച്വലി എനിക്ക് ഡിപ്രഷൻ എന്ന വാക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഒരു ബാഡ് ടൈം അല്ലെങ്കിൽ എൻ്റെ ഒരു ആക്റ്റീവ് അല്ലാത്തൊരു ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ആ സമയത്ത് ചിലർ പറയണ കമൻറ്റും അല്ലെങ്കിൽ എനിക്കെതിരെ കുറേ ചാനൽസ് ഞാൻ കണ്ടായിരുന്നു. ശരിയാണല്ലോ, ആ വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഡിപ്രഷൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുവാണല്ലോ, അവൻ്റെ ഇപ്പോൾ ഇൻസ്റ്റ നോക്കിയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കുവാണെങ്കിലും എൻജോയ് ചെയ്ത് നടക്കുക, കറങ്ങി നടക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, പലർക്കും പല ഇതായിരിക്കും. പിന്നെ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാഡ് ടൈം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് നമുക്കൊരു ബ്രേക്കപ്പ് കാരണം മാത്രമായിരിക്കത്തില്ല ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഫീൽ ചെയ്യാൻ പോണേ. അത് ചിലപ്പോൾ ഫാമിലി ത്രൂ നമുക്ക് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയാലും ഈ സാധനം വരും. പലർക്കും പല രീതിയിലായിരിക്കും. എന്നാൽ എനിക്ക് ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും ആ സമയത്ത് വന്നാൽ. എനിക്ക് ആ സമയത്ത് ഉണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മൊത്തത്തിൽ മെൻ്റലി ഡൗൺ ആയിരുന്നു. എനിക്കൊരു എനർജിയും കാര്യങ്ങളൊന്നുമില്ല, വീഡിയോ എടുക്കാൻ തോന്നുന്നില്ല. ചുമ്മാ ഇരുന്ന് ഇടയ്ക്ക് സിനിമ കാണും, സിനിമ കണ്ടാലും ബാഗൊക്കെ വെച്ചിട്ട് ഞാൻ പോകും, ചിലപ്പോൾ ഫുള്ളൊക്കെ ഇരുന്ന് കാണും കേട്ടോ. അതൊക്കെ ഉള്ള കാര്യമാണ്. പുതിയൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ തകർക്കണം, നമുക്ക് പൊളിക്കണം, എൻജോയ് ചെയ്യണം, അങ്ങനെയൊന്നും എനിക്ക് തോന്നണില്ലായിരുന്നു. ഓക്കെ, ചുമ്മാ ഇടയ്ക്ക് ദേഷ്യവും വരുമായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം മാറാന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ്. സത്യമായിട്ട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ, എൻ്റെ ഫാമിലി പോലും ഇല്ല, എൻ്റെ ഫാമിലിയേക്കാളും കൂടുതൽ ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡ് ഓക്കെ ആവും. സത്യം പറയാൻ കഴിയും, നമുക്ക് റിലേഷൻഷിപ്പ് അല്ല ബിസിനസ്സിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ ജീവിതമില്ല, നമ്മളെ പ്യൂറായിട്ട് സ്നേഹിക്കുന്ന, ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആ കൂട്ടുകാരുടെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നേരം നിന്ന് വെച്ചാൽ മതി. നമ്മുടെ ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു വേദനയും അല്ലെങ്കിൽ എന്താണെങ്കിലും അങ്ങ് മാറും. ദാറ്റ്സ് ദ പവർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അതെനിക്ക് പറയാനുള്ള. ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് നടന്നാൽ പോരാ. നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എടാ ഓക്കെ അല്ലടാ നീ, അല്ലെങ്കിൽ വാട കുത്ത വാ അതൊക്കെ വിടറാളിയ, നമുക്ക് അങ്ങോട്ട് പോവാം, വാ രണ്ടര അടിക്കുക, അല്ലെങ്കിൽ വാ നമുക്ക് ചുമ്മാ അങ്ങോട്ട് പോവാം, അല്ല എന്തെങ്കിലുമൊക്കെ ചെയ്യടാ എന്ന് പറയണ അവരാണ് ട്രൂ ഫ്രണ്ട്സ്. ആൻഡ് ഐ ഗോട്ട് ദം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡിപ്രഷൻ സ്റ്റേജോ അല്ലെങ്കിൽ ഒരു ബാഡ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു ലവ് ഫെയിലർ ആയിരിക്കണം ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി അല്ലെങ്കിൽ ആരാണെങ്കിലും റൂമിനകത്ത് അടച്ചിരുന്ന് അല്ലെങ്കിൽ സൂസൈഡ് ടെൻഡൻസി കാണിച്ച് അല്ലെങ്കിൽ കിടന്ന് കരഞ്ഞ് ആരോടൊന്നും മിണ്ടാണ്ട് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ റോങ് ആണ്, തികച്ചും റോങ് ആണ്. ചിലപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷേ എന്നെ കൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെ ലൈഫ് മൂവ് ചെയ്യണം, ഫോർവേഡ് ആയിക്കഴിഞ്ഞാൽ എന്തായാലും സെറ്റ് ആകും. അല്ലെങ്കിൽ ഞാൻ ഫോഴ്സ്ഫുള്ളി അങ്ങനെ ആക്കും എൻ്റെ മൈൻഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എനിക്ക് വ്ളോഗ് ചെയ്താലും എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് അങ്ങോട്ട് പോകത്തുള്ളൂ. കാരണം എൻ്റെ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ വ്ളോഗിങ് ആണ്.
അപ്പോൾ എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സിലാണ് എടാ നീ ഇത് മൂവ് ഓൺ ആക്, നമുക്ക് വീഡിയോ എടുക്കാം. പക്ഷേ എനിക്ക് ഓക്കെ ആണല്ലോ. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ സെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്തിരി ഷോ അടിച്ചിരിക്കും. പക്ഷേ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഓക്കെ. അന്ന് ചില സമയത്ത് ഇതൊരു ആന്ത് പിടിച്ച് എനിക്ക് വീട്ടിൽ നിന്നൊക്കെ വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങാനൊക്കെ പോകും. അത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് അത് എൻ്റെ അപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ കാണണം. അല്ലാണ്ട് പുറത്തുനിന്ന് നിൽക്കണം, നിങ്ങൾക്കൊന്നും ഫുള്ളി സംഭവം മനസ്സിലാകത്തില്ല. ഇപ്പം എൻ്റെ വീഡിയോ എടുക്കുന്നു, ഞാൻ വീഡിയോക്കകത്ത് ആ ഒരു ഇമോഷൻ കാണിക്കുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ സാഡ് ആയിരിക്കും. അതാ പറഞ്ഞത്. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം, മിണ്ടാണ്ടിരിക്കണം, പുതിയ ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കരുത്, വേറെ ഒരു ഗേളായിട്ട് നടക്കരുത്, അല്ലെങ്കിൽ അവിടെ കറങ്ങാൻ പോകരുത്, വേറെ നല്ല പാർക്കിൽ കറങ്ങാൻ പോലും, ട്രിപ്പ് പോലും. അതൊക്കെ പറയുന്ന റോങ് ചിന്താഗതിയാണ്. പലർക്കും പല രീതിക്കാണ് ഇത് അഫക്റ്റ് ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനിൽ കടന്നുപോയാൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഷോ അടിച്ച് നമ്മളെ എല്ലാ കഴിവും കളഞ്ഞ്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും വിട്ട് നമുക്ക് തൊലഞ്ഞ് തീരാം. അതല്ലെങ്കിൽ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട് വേർഷൻ 2.0 ആയിട്ട് നേരത്തെ നിന്ന് എങ്ങനെയാണോ അതിൻ്റെ അപ്പുറത്ത് പൊളിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ജീവിച്ച് കാണിക്കാം, അല്ലെങ്കിൽ അങ്ങനെ മാറണം. ആ സെക്കൻഡ് ഓപ്ഷനെ ഞാൻ ചൂസ് ചെയ്തോളൂ. നിങ്ങൾ എപ്പോഴും അതേ ചൂസ് ചെയ്യാനുള്ളൂ എന്നേ ഞാൻ പറയത്തുള്ളൂ. അതിപ്പോൾ ഡിപ്രഷൻ ആയാലും ഇല്ലല്ലോ, നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് വേണം, ചേഞ്ച് വരുത്തണം. എന്തൊരു പ്രശ്നം വന്നാലും നമ്മളത് ഓവർകം ചെയ്ത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് മാത്രം കണ്ട്, നെഗറ്റീവ് സൈഡ് വിട്, അതിൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം കണ്ട് നിങ്ങൾ ഓവർകം ചെയ്ത് അത് പോയാലേ നമ്മൾ സെറ്റാകത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റക്കടിച്ച് ഇന്ന് ലൈഫ് പോയാൽ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ഒരാളായും ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഒരാഗ്രഹവും ഇല്ല, അങ്ങനത്തെ ഒരാളുമില്ല ഞാൻ. ഓക്കെ, അതുകൊണ്ട് ഞാൻ മൂവ് ചെയ്യും, ഞാൻ ഫോർവേഡ് ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പം എൻ്റെ ലൈഫ് പോളിസി ഇതാ, എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യും. ഇഷ്ടമുള്ള ആൾക്കാരോട്ട് കറങ്ങി നടക്കും, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും, സിനിമക്ക് പോകും, ട്രിപ്പ് പോകും, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോകും, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ഇറങ്ങാൻ പോകും, എന്ത് വേണേ ചെയ്യും. ഞാനിപ്പോൾ പോസിറ്റീവായിട്ട് എല്ലാം തിങ്ക് ചെയ്തുള്ളൂ. നിങ്ങളെൻ്റെ മുഖത്തൊക്കെ എന്താ എന്നൊക്കെ പറഞ്ഞ് എന്നെ തെറി വിളിച്ചാലും ഞാൻ അറിയും ഓക്കെ ബ്രോ, ആരും മൈൻഡിലേ പറയത്തുള്ളൂ. കാരണം അവിടെ പോസിറ്റീവായിട്ട് ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് നിന്നെ ഒന്ന് ഇടിക്കാനൊന്നുള്ള ആ മൈൻഡ് ഞാൻ വിട്ടു. ഇപ്പം എന്തൊരു സിറ്റുവേഷൻ വന്നാലും പോസിറ്റീവായിട്ട് എടുക്കുക. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ചിന്താഗതി ഇപ്പോൾ. ഓക്കെ, അപ്പം ഞാൻ ആ സമയത്ത് എങ്ങനെയാണ് ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കണമായിരുന്നു, അങ്ങനെ നിൽക്കണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. പലർക്കും പല ചിന്താഗതി. എൻ്റെ ഒരു ചിന്താഗതി, എൻ്റെ ഒരു ജീവിതശൈലിയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്ക്. ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അത് വരാതിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കാം. ഓക്കെ, മൂന്നാമത്തെ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ റിലേഷൻഷിപ്പിലാണോ അല്ലയോ എന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ. ഇപ്പം ഈവൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ അവളുടെ പോസ്റ്റിൻ്റെ താഴ്ത്തി വന്നിട്ടാണെങ്കിൽ പുതിയ ഗേൾഫ്രണ്ട്, പുതിയ ബോയ് ഫ്രണ്ട് ആണല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണ്, അതിനായിട്ട് എന്താ ബന്ധം നിനക്ക്, നീ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് അവൻ്റെ അടുത്ത്, അങ്ങനെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൈസ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു റിലേഷൻഷിപ്പിലും അല്ല. ഇപ്പം അവളുടെ കാര്യം ഇപ്പം ഞാനൊരു റിലേഷൻഷിപ്പ് ആണെന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഭയങ്കര ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ് അവൾ. ഓക്കെ, അപ്പോൾ അവളുടെ എന്നെ പറഞ്ഞാൽ പോട്ടെ, അവളുടെ വീഡിയോയുടെ അല്ലെങ്കിൽ പോസ്റ്റിൻ്റെ താഴത്ത് ചെന്നേച്ചും അനാവശ്യമായിട്ടുള്ള കമൻസും അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുക, അതൊക്കെ ചെയ്യണ ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. സത്യമായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്യാരക്ടർലെസ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. എന്തെങ്കിലും നിങ്ങൾ എന്നെ പറഞ്ഞു വേറൊരു പേഴ്സണിന് ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവൻ തെറിയൊക്കെ വിളിച്ചെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറയണേ, എന്താ ചീത്ത വിളിച്ചെന്നോ എന്നൊക്കെ പറയാനായിട്ട്. അപ്പം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. പിന്നെ എൻ്റെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഞാൻ തുറന്ന് പറയത്തില്ലേ, കറക്ഷൻ ഇനി ഞാൻ തുറന്ന് പറയത്തില്ല. അത് ഞാൻ അന്ന് തീരുമാനം എടുത്താണ്. ഞാൻ ഇനി റിലേഷൻഷിപ്പ് ആയാലും അല്ലല്ലോ എന്താണെങ്കിലും എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഉടനെ ഒന്നും റിവീൽ ചെയ്യത്തില്ല. അതിപ്പോൾ ഒരു മാരേജിൽ എത്തുവാണെങ്കിൽ അതിപ്പോൾ എനിക്ക് സത്യം പറയുമ്പോൾ ഇപ്പോൾ റിലേഷൻഷിപ്പ് പോകാൻ താല്പര്യമില്ല. അങ്ങനെ എനിക്ക് ഫ്രീ മൈൻഡഡ് ആയിട്ട് നടന്നാൽ മതി, അതാണ് നല്ലത് ഗൈസ്, എപ്പോഴും അടിപൊളി. അപ്പം ഞാൻ പറഞ്ഞതാ, ഇപ്പം ഞാനിപ്പോൾ എന്തൊരു മാരേജ് ആണെങ്കിൽ ഇപ്പം നാളെ മറ്റന്നാളൊക്കെയാണ് മാരേജ്, അപ്പോഴേ ഞാൻ പറയത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ആരോടും ഒന്നും പറയത്തില്ല. അതുപോലെ തന്നെ സെയിം ടൈം ഞാൻ പറയും, ഇപ്പം ഞാനൊരു റിലേഷൻഷിപ്പിലും അല്ല, ഞാൻ ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ട് നടക്കുവാണ്. ഇതാണ് സൂപ്പർ, ഇതാണ് ആ ലൈഫ്. പിന്നെ നമ്മളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അതിൽ നിന്ന് ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് വേറൊരു പെണ്ണുമായിട്ട് ഇപ്പോൾ ഒരു ഡാൻസ് കളിച്ചാലോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് കറങ്ങി നടക്കുവാണെങ്കിലോ ഒക്കെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല പുതിയൊരു ലവറായി അല്ലെങ്കിൽ പുതിയൊരു ഗേൾ ഫ്രണ്ട് ആയി അപ്പം തന്നെ അടുത്ത ഇത് സെറ്റാക്കി, അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല ഗൈസ്. കാരണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഭവം പോകുന്നത് നമുക്ക് ഈക്വലി നമുക്ക് വരുത്താന്നേ ഉള്ളൂ.
അപ്പൊ അതിൽ കാര്യമൊന്നുമില്ല. എനിക്ക് ഇതിനു മുമ്പ് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ കാണുള്ളൂ. അല്ലാണ്ട് അത് വെച്ചിട്ട് വേറെ ജഡ്ജ് ചെയ്ത് നിങ്ങൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ നെഗറ്റിവിറ്റി കാര്യങ്ങളായിട്ട് പറയല്ലോ. പ്രത്യേകിച്ച് ആ ഒരു പേഴ്സണെ പറയില്ലെന്ന് ഞാൻ പറയും. എന്നെ പറഞ്ഞു കുഴപ്പമില്ല. ഫ്രാങ്ക്ലി ഗൈസ് ഇപ്പം ഞാനൊന്നും മൈൻഡ് ആറില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഞാൻ അത് പോസിറ്റീവ് സെൻസിൽ എടുക്കത്തുള്ളൂ. ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ആയിരിക്കാം, അല്ലാതെ ആയിരിക്കാം. പക്ഷെ എന്നെ ട്രൂലി ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിൽ ഇഷ്ടപ്പെട്ടോളും എപ്പോഴാണെങ്കിലും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ കമ്മിറ്റ് ഒന്നും ആണ്ട് സിംഗിൾ ആയിട്ട് ഇങ്ങനെ നടക്കണം, അടിപൊളിയായിരിക്കും. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ആരെങ്കിലും ചേസ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്യലും. വരണ്ടാണെങ്കിൽ നമ്മുടെ അടുത്തോട്ട് തന്നെ വന്നോളും. എന്താണെങ്കിലും ലൈഫ് അങ്ങനെ കൊണ്ടുപോയിക്കോളും. ഗോ വിത്ത് ദ ഫ്ലോ ഗൈസ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും പുതിയ ഒരാളോടെങ്കിലും നമ്മൾ സംസാരിക്കുക, പരിചയപ്പെടുക, എന്തെങ്കിലും ചെയ്യണം. ഭയങ്കര ചേഞ്ചസ് ഉണ്ടാകും. അതാണ് അടിപൊളിയാണ്. എനിക്ക് നേരത്തെ ആ സ്വഭാവം ഉണ്ടായിരുന്നു, ഇടയ്ക്ക് വെച്ച് പറയുന്നത്. ഇപ്പൊ വീണ്ടും ബാക്ക് ടു മീ ബേബി. ഞാനിപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം ആൾക്കാരോട് സംസാരിക്കണം, പ്രത്യേകിച്ച് പുതിയ ആൾക്കാരാ, അങ്ങനെ പഴയത് അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ ഒരു ഹാബിറ്റാണ് അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പുതിയ ആൾക്കാരോടൊക്കെ ജസ്റ്റ് സംസാരിക്കുക, പുതിയ സ്ഥലങ്ങളിലൊക്കെ പോവുക, ആഗ്രഹമുള്ള ഫുഡ് കഴിക്കുക. നമ്മുടെ ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഒരു റിഗ്രറ്റ് പോലും അടിക്കാതിരിക്കുക. അതാണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് പോളിസി. ഞാൻ അടിപൊളിയായിട്ടായിരിക്കും കഴിച്ച് ഇനി ജീവിക്കാൻ പോണത്. ലൈഫ് എന്ന് പറഞ്ഞാൽ സെറ്റായിരിക്കും. എൻ്റെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. സെറ്റ് ആയാലും ഇല്ലല്ലോ ചാകുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ട് ചെയ്യാത്തുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അവസാനമായിട്ട് നിങ്ങളോട് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത്ര പറയത്തുള്ളൂ, നമ്മുടെ ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. അപ്പോൾ മാക്സിമം ഹാപ്പി ആയിട്ട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അച്ചീവ് ചെയ്ത് അതൊക്കെ ചെയ്ത് അതിലോട്ടുള്ള പ്രയത്നമൊക്കെ ചെയ്ത് ജീവിക്കാൻ നോക്ക്. എന്തുവാണ് നമുക്ക് ആഗ്രഹം അതങ്ങ് ചെയ്തേക്ക്, ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളങ്ങ് ചെയ്തേക്ക്. നമ്മൾ ഒരിക്കലും റിഗ്രറ്റ് എന്നുള്ള സാധനം അടിക്കാൻ നിൽക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂട്ടത്തിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും, നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ആൻഡ് ഫൈനലി ഗൈസ്, സ്പ്രെഡ് പോസിറ്റിവിറ്റി. അതെനിക്ക് പറയാനുള്ളത്. പോസിറ്റിവിറ്റി എല്ലാ സ്ഥലത്തും, ലവ് ആൻഡ് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ലവ് യു ഓൾ, ടേക്ക് കെയർ. എന്നെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും നിങ്ങളെ പറ്റിക്കത്തില്ല.